ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ, ഇതിൻ്റെ എല്ലാമായിട്ടുള്ള ഷിഹാബുദ്ദീൻ മദനി അവറുകൾ, അദ്ദേഹം എൻ്റെ വാർഡുകാരനാണ്, നാട്ടുകാരനാണ്. വളരെ നേരത്തെ അടുത്ത് പരിചയമുള്ള ഒരു മാന്യ വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ വേദിയിലിരിക്കുന്ന അബ്ദുസ്സലാം മുസ്ലിയാർ ഇരിങ്ങാട്ടിരി, പ്രാർത്ഥന നടത്തിയ, സ്വാഗത പ്രസംഗം നടത്തിയ അബ്ദുൾ റഷീദ് സക്കാഫി മേലാറ്റൂർ, സന്ദേശം നൽകിയ ഉമ്മർ മുസ്ലിയാർ തുവൂർ, വിശിഷ്ട അതിഥിയായി ഇവിടെ പ്രസംഗിച്ച അയ്യൂബ് മേലടത്ത്, കെയർ ഹോം സമർപ്പണം ചെയ്ത എം മൊയിൻകുട്ടി, പ്രിയപ്പെട്ട ഈ വാർഡിൻ്റെ ജനപ്രതി ബിനുക്കുട്ടൻ, പുളിയക്കോട് വാർഡിൻ്റെ ജനപ്രതി നാസർ മാഷ്, പ്രിയപ്പെട്ട കരുവാറിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതി വി സി ഉണ്ണികൃഷ്ണൻ, പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ചാലിൽ ബാബു, ഷാനവാസ് മാഷ്, സജി പി തോമസ്, നാണിപ്പ ഹാജി, കോട്ടയിൽ ബഷീർ, കാപ്പിൽ ഷൗക്കത്ത് അലി, മിഥിലാജ് അമാനി പട്ടുവം, മജീദ് മിസ്ബാഹി തുടങ്ങിയ ഈ വലിയ സന്തോഷകരമായ ഈ പരിപാടിയിൽ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറെ ബഹുമാന്യരെ, എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ ഇതുവരെ ഇല്ലാത്ത, തുടങ്ങിയിട്ടില്ലാത്ത, നമുക്ക് തുടങ്ങാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു സ്ഥാപനത്തിനാണ് ഇന്നിവിടെ സമാരംഭം കുറിക്കുന്നത്. ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ, കുടുംബ ചുറ്റുപാടുകളിൽ നമുക്ക് അനിവാര്യമായി തോന്നിയിട്ടുള്ള, നമുക്ക് ആവശ്യമായി വന്നിട്ടുള്ള ഒരു സ്ഥാപനത്തിനാണ് ഇവിടെ ഷിഹാബുദ്ദീൻ മദനിയുടെ നേതൃത്വത്തിൽ നമ്മൾ തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ കുഞ്ഞുങ്ങളെ പോലെ പരിചരിക്കേണ്ട ആളുകളായി നമ്മുടെ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ മാറുന്ന ഒരു സാമൂഹിക ചുറ്റുപാടാണുള്ളത്. അതിന് വലിപ്പ ചെറുപ്പമില്ല, ജാതി മത വ്യത്യാസമില്ല, പാവപ്പെട്ടവനെന്നോ പണക്കാരനോ എന്നില്ല. ആ രീതിയിലുള്ള ഒരവസ്ഥയിലാണ് നമ്മുടെ സമൂഹമുള്ളത്. ഇത്തരം ഹോമുകൾ, വയോജന കേന്ദ്രങ്ങൾ കേരളത്തിലെ കണക്കെടുത്താൽ ഏറ്റവും കുറവുള്ളത് മലപ്പുറം ജില്ലയിലാണ്. മറ്റ് സംസ്ഥാനങ്ങളെ, മറ്റു ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ പരിഷ്കൃത സമൂഹം അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടിയ ജില്ലകളൊക്കെ എന്ന് കണക്കെടുക്കുന്ന പല ജില്ലകളിലും കെയർ ഹോമുകളുടെ അല്ലെങ്കിൽ വയോജന കേന്ദ്രങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ചെറുപ്പകാലത്ത് കിട്ടുന്ന ബൗദ്ധികവും മതപരവുമായ വിദ്യാഭ്യാസത്തിൽ അതിൻ്റെ ഒരു മേന്മ കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ എണ്ണം മലപ്പുറം ജില്ലയിൽ കുറഞ്ഞു പോയിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഇത് നാടിൻ്റെ ഒരു അനിവാര്യതയായി മാറിയിട്ടുണ്ട്. അംഗൻവാടികളെ പോലെ ആവശ്യമില്ലെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒന്നും രണ്ടും ഒക്കെ ആവശ്യമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹാപ്പി ഹോമിനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ്. അത് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കുമായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന ബോധ്യത്തോടുകൂടി ഈ മഹത്തായ സംരംഭത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയും ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലുള്ള പ്രാർത്ഥനയും നടത്തുകയും ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ സന്തോഷത്തിൽ പങ്കുകൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.